ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു തൈര് കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായി ഞാൻ എടുത്തത് 1/2 ലിറ്റർ തൈരാണ്. നല്ല പുളിയുള്ള തൈര് വേണം എടുക്കാൻ. അപ്പോൾ ഇത് എടുത്തത് നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ ബാക്കി സാധനങ്ങൾ കൂടി ഒന്ന് നോക്കാം. പിന്നെ വേണ്ടതാണ് 1/2 മുറി തേങ്ങ, വലിയ മുറി തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടതാണ് പച്ചമുളക്. 4 വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തത്. നല്ല എരിവുള്ള പച്ചമുളക് എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടുന്നത് 1/4 ടീസ്പൂൺ കടുക്, പിന്നെ 1/4 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇച്ചിരി ഇഷ്ടമുള്ളത് കൊണ്ട് 1/4 ടീസ്പൂൺ ഉലുവ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാകും. പിന്നെ 4-5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 തണ്ട് കറിവേപ്പില എടുക്കാം. 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഇതിന്റെ അരപ്പ് ഒന്ന് റെഡിയാക്കാം. തൈര് കറിക്ക് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കാം. അതിനായി ഞാൻ ഒരു മീഡിയം സൈസ് ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഈ ചിരവി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ചിരവി വെച്ച തേങ്ങ ഇട്ട് കൊടുത്തു. ഇതിൽ 2 കാര്യം പറയാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. എപ്പോഴും ഏതെങ്കിലും ഒന്ന് എനിക്ക് മറക്കാറുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം, ഒന്ന് ഇത് മറന്നത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. കറിക്ക് നല്ല മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ 1/4 ടീസ്പൂൺ എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എടുക്കാവുന്നതാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇത് രണ്ടുമാണ് കേട്ടോ എനിക്ക് പറയാൻ വിട്ടുപോയത്. പിന്നെ വേണ്ടുന്നതാണ് 4 പച്ചമുളക്. അപ്പോൾ പച്ചമുളക് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈര് എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ തൈര് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ തൈര് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറിക്ക് വേണ്ടുന്ന അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. അപ്പോൾ എല്ലാ തൈരും ഞാൻ ഇതിൽ ചേർത്തിട്ടാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇനി നമ്മൾക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ തൈര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാവാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായതിന് ശേഷം നമ്മൾക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ച വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തു വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്, വെളിച്ചെണ്ണ നന്നായി ചൂടായതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ കടുകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സോറി, ഞാൻ ആദ്യം ഇട്ടത് ഉലുവയല്ലേ, കടുക് എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് കടുക് ചേർത്ത് കൊടുക്കാം. നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വറവെല്ലാം നന്നായി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈരും പച്ചമുളകും ജീരകവും എല്ലാം മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് അരച്ച അരപ്പ് ഞാൻ ആ വറവിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയാവും, തിളപ്പിച്ചെടുക്കരുത്. തിളപ്പിച്ചെടുത്താൽ തേങ്ങയും കൂടി ചേർത്താലേ നന്നായി ഒന്ന് പിരിഞ്ഞു പോകും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഇതാ ഇതിൽ പാകത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടുതലായി പോകരുത്, പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തു. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ തൈര് കറി നന്നായി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇട്ട് കൊടുത്ത ഉപ്പെല്ലാം വളരെ കറക്റ്റായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ തേങ്ങ അരച്ച തൈര് കറി, കഷ്ണങ്ങളൊന്നും ചേർക്കാത്ത തേങ്ങ അരച്ച തൈര് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ തന്നെ തൈര് ചേർത്ത കറി അല്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു കറി തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ത് തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് മറക്കാതെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.